ഹായ്, എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എയർപോർട്ട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലായിട്ട് ഓഫീസുകളിലേക്ക് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തീർച്ചയായും അപ്ലൈ ചെയ്യുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മെയിൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫസ്റ്റ് അയക്കുമ്പോൾ അപേക്ഷാ ഫോം ഫീസ് ഒന്നുമില്ല. സെലക്ട് ചെയ്തതിന് ശേഷമാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്റർവ്യൂ വഴിയായിരിക്കും ഇതിലേക്ക് നിയമനം ഉണ്ടായിരിക്കുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, ഇപ്പോൾ നിലവിൽ ഏതെല്ലാം വേക്കൻസികളാണ് ഒഴിവുകളുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും അതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒക്കെ ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് ഉടനെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെലൈക്കണും എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ വരികയുള്ളൂ. അപ്പം നമുക്കിതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ എയർ ഇന്ത്യക്ക് കീഴിലുള്ള എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ്, എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ്, എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡിന് കീഴിലാണിത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മെയിൽ വഴി ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് മെയിലായിട്ട് അയക്കുക വേണ്ടത്. അപ്പോൾ നിങ്ങൾ അയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലായിട്ട് ഫസ്റ്റ് കോൺട്രാക്ട് ബേസിലായിരിക്കും അവർ നിയമനം നടത്തുക. അവരുടെ എല്ലാ നിയമനങ്ങളും അങ്ങനെ വരുന്നത് കോൺട്രാക്ട് ബേസിലായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾക്കും അപേക്ഷിക്കാം, മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് പറഞ്ഞിരിക്കുന്നത്, രണ്ടുപേർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് വരുന്ന പോസ്റ്റ് നെയിമുകൾ നോക്കുകയാണെങ്കിൽ 3 എയർപോർട്ടുകളിലായിട്ടാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത എയർപോർട്ടുകളിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. ചീഫ് ഫിനാൻസ് ഓഫീസർ ഒരു വേക്കൻസി ഡൽഹിയിൽ മാത്രമാണ്. പിന്നെ ഡെപ്യൂട്ടി ചീഫ് ഫിനാൻസ് ഓഫീസർ ഒരു വേക്കൻസി ഡൽഹിയിലാണ്. പിന്നെ മാനേജർ ഫിനാൻസ് ചെന്നൈയിൽ ഒരു വേക്കൻസി ഉണ്ട്. പിന്നെ ഓഫീസർ അക്കൗണ്ട്സ് ഡൽഹി 2, ചെന്നൈ 2 വേക്കൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് 4 വേക്കൻസി ഡൽഹിയിലുണ്ട്, ചെന്നൈയിൽ 1, കൊൽക്കത്ത 5 വേക്കൻസിയും ആയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻസും അതുപോലെ ഏജ് ലിമിറ്റും സാലറി എത്രയും നമുക്ക് നോക്കാം. ഇപ്പൊ ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്കൊക്കെ തീർച്ചയായും എക്സ്പീരിയൻസും മറ്റു കാര്യങ്ങളൊക്കെ നിർബന്ധമാണ്. അപ്പോൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ തസ്തികയിലേക്ക് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ ദി കോസ്റ്റ് അക്കൗണ്ട്സ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ MBA ഫിനാൻസ്. അപ്പൊ ഏതെങ്കിലും യോഗ്യത ഉണ്ടോ നോക്കട്ടെ നിങ്ങൾക്ക്, ഏതെങ്കിലും നിങ്ങൾ പഠിച്ച എന്തോ. should be a member of the Institute of Chartered Accounts of India or a member of the Institute of Cost and Works Accountants of India. പിന്നെ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് 12 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം ചീഫ് ഫിനാൻസ് ഓഫീസറാണ്. അതിന് ആയിട്ടുള്ള സാലറിയും ഇതിൽ പറയുന്നുണ്ട്. സാലറി പറയുന്നത് 1,20,000 രൂപയായിരിക്കും മന്ത്ലി നിങ്ങൾക്ക് സാലറി ലഭിക്കും. അപ്പോൾ അതിൻ്റെതായ എക്സ്പീരിയൻസ് നിർബന്ധമായിരിക്കും. അപ്പൊ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് നോ അപ്പർ ഏജ് ലിമിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവർക്ക് ജോലി ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഡെപ്യൂട്ടി ചീഫ് ഫിനാൻസ് ഓഫീസർ തസ്തികയിലേക്കും പറഞ്ഞിരിക്കുന്നത് CA പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് എക്സ്പീരിയൻസ് കുറച്ച് കുറവാണ്, മിനിമം 10 ഇയർ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് സാലറി പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷം ആയിരിക്കും. മന്ത്ലി സാലറി 1 lakh ആണ് മന്ത്ലി സാലറി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കും ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞിട്ടില്ല എത്രയാണ്. പിന്നെ വരുന്നത് മാനേജർ ഫിനാൻസ് മാനേജർ തസ്തികയിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ ദി കോസ്റ്റ് അക്കൗണ്ട്സ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഷുഡ് ബി എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ഓർ എ മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ. Candidates who have applied to the institute for membership shall also be eligible. ഇപ്പോൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും അതുപോലെ CA ആയിട്ടുള്ള അല്ലെങ്കിൽ CA നേടിയ ആളുകൾക്കും അതുപോലെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സിൽ മെമ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ മെമ്പർ ആകാൻ വേണ്ടി അപ്ലൈ ചെയ്തവർക്കും ഇത് അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പറയുന്നത് 28 വയസ്സാണ് മാക്സിമം 28 പറഞ്ഞിരിക്കുന്നത്. SC/ST OBC കാൻഡിഡേറ്റ്സിന് SC/STക്ക് 5 വയസ്സിന്റെയും OBCക്ക് 3 വയസ്സിന്റെയും ഇളവുകളും ലഭിക്കുന്നതാണ്.
50,000 രൂപയായിരിക്കും ഇതിലേക്ക് മന്ത്ലി നിങ്ങൾക്ക് സാലറി ലഭിക്കുക. ഒരുപാട് പേര് ഈ ഒരു ക്വാളിഫിക്കേഷനിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ ഓഫീസർ, അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് വരുന്നത് ഇന്റർ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓർ ഇന്റർ കോസ്റ്റ് അക്കൗണ്ട്സ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി ഓർ MBA ഇൻ ഫിനാൻസ് ഓർ ഈക്വലന്റ് ഫുൾ ടൈം 2-year കോഴ്സ്, 2 വർഷത്തെ MBA ഫുൾ കോഴ്സ് ഉണ്ടെങ്കിലും with the knowledge of MS Office operation must have 3-year experience or more in accounts and finance functions, preferably with an airline or ground handling company with proficiency in statutory payments like ESI, PF, welfare fund, professional tax, GST. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഇന്റർ CA അല്ലെങ്കിൽ ഇന്റർ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ MBA ഫിനാൻസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതുമായി ഈക്വലന്റ് ആയിട്ടുള്ളതോ 2 വർഷത്തെ കോഴ്സ്. MBA നമ്മൾ ഡിസ്റ്റൻസ് ആയി എടുത്ത ആളുകളുണ്ടാവില്ല, അവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ജസ്റ്റ് റെഗുലർ ആയിട്ട് പഠിച്ച ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. പിന്നെ MS ഓഫീസ് അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു അക്കൗണ്ട്സ് മേഖലയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും MS ഓഫീസൊക്കെ പഠിച്ചവരായിരിക്കും, ടാലിയൊക്കെ. പിന്നെ 3 വർഷത്തെ അക്കൗണ്ട്സ് വർക്കാണ്. അത് നിങ്ങൾ അക്കൗണ്ട്സ് വർക്ക് പ്രിഫറൻസ് നൽകുന്നത് എയർലൈനുമായി ബന്ധപ്പെട്ട കമ്പനികളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ജനറൽ വിഭാഗത്തിന് OBC 33, SC ST 35 വയസ്സുമാണ് മാക്സിമം. അത് കണക്കാക്കുന്നത് 1/6/2020 കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത്. സാലറി വരുന്നത് 32,200 രൂപ കേട്ടോ, മന്ത്ലി സാലറി ഇതിലേക്ക് വരുന്നത്. പിന്നെ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് വരുന്നത് ഗ്രാജുവേറ്റ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അണ്ടർ 10+2+3, അതായത് റെഗുലർ ആയിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ 10 കഴിഞ്ഞിട്ട് ചിലപ്പോൾ വിദൂര വിദ്യാഭ്യാസം പറഞ്ഞിട്ട് 3 വർഷത്തെ ഡിസ്റ്റൻസ് ആയി പഠിക്കുന്നുണ്ട്, അങ്ങനെ പറ്റില്ല. നമ്മൾ റെഗുലർ ആയിട്ട് പഠിക്കണം വിത്ത് 1 year എക്സ്പീരിയൻസ് ഓർ മോർ ഇൻ ഫിനാൻസ് ഫംഗ്ഷൻസ് ആൻഡ് അക്കൗണ്ട്സ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുക. ഡിഗ്രി ഏതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഡിഗ്രി BCom ഉള്ളവർക്കായിരിക്കും കുറച്ചുകൂടി മുൻഗണന. കാരണം അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ആണല്ലോ, അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കായിരിക്കും മുൻഗണന ഉണ്ടായിരിക്കാം. 10+2+3 റെഗുലറായി പഠിച്ചിരിക്കണം, പ്ലസ് 1 year എക്സ്പീരിയൻസ്. 1 year എക്സ്പീരിയൻസ് തന്നെ അക്കൗണ്ട്സിലൊക്കെ ഒരുപാട് പേർക്ക് 1 year എക്സ്പീരിയൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും ഒരുപാട് പേര്. അവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് 1 year എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രിഫറൻസ് നൽകുന്നത് ESI, അതുപോലെ PF, വെൽഫെയർ ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ GST ആൻഡ് ബില്ലിംഗ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് നല്ല മുൻഗണന ലഭിക്കും. അതുപോലെ തന്നെ അതിൽ മുൻഗണന ലഭിക്കുന്നത് എയർലൈനിലാണ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്. മുൻപ് 1 വർഷമെങ്കിലും എയർലൈൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും മുൻഗണന ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സാധാരണ വർക്കാണെങ്കിൽ പോലും നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ വേറെ ഏതെങ്കിലും ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും വെക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് വേറെ എയർലൈൻ കമ്പനിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ വെക്കാവുന്നതാണ്. ഇതിലേക്ക് വയസ്സ് പറയുന്നത് 28 വയസ്സാണ് മാക്സിമം പറയുന്നത്. OBC 31, SC ST 33 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി പറയുന്നത് 21,300 രൂപയായിരിക്കും മന്ത്ലി സാലറി ലഭിക്കുക. 21,300 മന്ത്ലി സാലറി. ഇപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആള് ഒരുപാട് പേരുണ്ടാകും നമ്മുടെ കൂട്ടത്തിലൊക്കെ. അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് അവരോട് അപ്ലൈ ചെയ്യാൻ പറയുക ജസ്റ്റ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി നിങ്ങൾ എയർ ഇന്ത്യയുടെ മെയിൽ IDയിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് 18/6/2020 ആട്ടോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. ദ ആപ്ലിക്കേഷൻ മീറ്റിംഗ് ഇൻ ദി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് മെൻഷൻഡ് അബവ് ആർ റിക്വയർഡ് ടു ഫോർവേഡ് ആപ്ലിക്കേഷൻ ആസ് പെർ അറ്റാച്ച്ഡ് ഫോർമാറ്റ്. അപ്പോൾ ഇതിന്റെ കൂടെ ഒരു ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഫോർമാറ്റും നിങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ ആയിട്ടാണ് hrhq.aiasl@airindia.in എന്ന് പറയുന്ന മെയിലിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. സെലക്ഷൻ പ്രൊസീജിയർ, നിങ്ങൾ അയക്കുന്ന ആപ്ലിക്കേഷൻസ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ നോക്കിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം അവർ പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഓൺലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും. ഇപ്പോഴത്തെ ഘട്ടത്തിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ ഈ അപേക്ഷ സമർപ്പിക്കുമ്പോഴുള്ള എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട അതിന്റെ കോപ്പിയും, പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും അതുപോലെ അറ്റസ്റ്റഡ് കോപ്പിയും, പിന്നെ ഈ ആപ്ലിക്കേഷൻ ഫീസ് 500 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതിന്റെ DDയുമായിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പോകേണ്ടത്. ആപ്ലിക്കേഷൻ നമ്മുടെ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ നോക്കുന്നത് 1/6/2020 കണക്കാക്കിയിട്ടായിരിക്കും. അപ്പോൾ ഈ അതിനു മുമ്പ് തന്നെ ഈ 18/6/2020 മുമ്പ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ അയക്കുക. ഈ ആപ്ലിക്കേഷൻ ഫോമിൽ ഒരു ഫോട്ടോ ഒട്ടിക്കാൻ പറയേണ്ടത് റീസെന്റ് ആയിട്ട് 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണമെന്ന്
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ OBC അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവരുടെ ഏജ് ഇളവിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആ സർട്ടിഫിക്കറ്റും തീർച്ചയായും സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയാൽ മതി. ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഫോം കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം വേണം അയക്കാൻ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഡയറിത്തുള്ള അപ്ഡേഷൻസും അതുപോലെ ജോലി ഒഴിവുകളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.